അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീക്കെൻഡിലെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വീക്കെൻഡിൽ എടുത്ത് വെച്ചതാണ്, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീക്കെൻഡിലെ വീഡിയോയും അവിടെ കിടക്കുന്നുണ്ട്, അതും പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെറായി ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ. ബോധ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു കുഞ്ഞ് റിസോർട്ടാണ്, 4 റൂമുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടോ. ഉള്ളിൽ തന്നെയാണ് പൂള്, പ്രൈവറ്റ് പൂളാണ്, റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് പൂള്. നേരെ ബാക്ക് സൈഡിൽ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. മോന് നല്ല എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. മാജിക്ക് കളിക്കാനൊന്നും അവൻ്റെ ഏജിലുള്ള കമ്പനിയൊന്നും വീട്ടിലില്ലല്ലോ, നൈബേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇടയ്ക്ക് അവന് റിലാക്സാണ് കേട്ടോ അങ്ങനെ ഒരു ട്രിപ്പൊക്കെ. അപ്പം ഇവിടെ എത്തിയപ്പോക്കിന് അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റ് ആ ഒരു ഇതിൽ സർപ്രൈസായിട്ട് കാണുന്നുണ്ട് റൂം. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ പൂളൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. അവന് കാര്യമായിട്ട് ഞാൻ ടീച്ചറിനോട് കഴിഞ്ഞ മീറ്റിങ്ങിന് പോയപ്പോഴും കൂടെ പറഞ്ഞു, സ്കൂളിലേക്ക് വരുന്ന ഉദ്ദേശം തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാമല്ലോ, അവൻ്റെ ഏജിലുള്ള കുറേ കുട്ടികൾ കളിക്കാനുള്ള ആൾക്കാർ എന്നൊക്കെയാണ്, അല്ലാതെ പഠിക്കാനെന്നോ സ്കൂളിലേക്ക് പഠിക്കാനാണ് പോകണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ല ആൾ പോകണം കേട്ടോ. ഞാൻ പറയാറുണ്ട്, എനിക്കും അത് തന്നെയാണ് സന്തോഷം. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ അവന് കളിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പൊക്കെ പോണത് അവന് ഭയങ്കര ഒരു റിലാക്സാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രിപ്പും അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ നാത്തൂൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവൻ നല്ല എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. ആ വീഡിയോ താമസിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ റൂമിൻ്റെ ബാഗൊക്കെ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ഈ റിസോർട്ടിലുള്ളവർ അവരെ റിസോർട്ടിൻ്റെ ഭാഗം മതിൽ കെട്ടി ബീച്ചിൻ്റെ ഏരിയ തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് കടവുകളൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ, അതേപോലെ. അപ്പോൾ നല്ലൊരു പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ക്ലീനും ആയിരുന്നു. പിന്നെ ദാ ഈ ഒരു പാറക്കൂട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൽ പറ്റി പിടിച്ച് നിൽക്കണ ഈ ഒരു പായലുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ആ ഒരു അസ്തമയ സൂര്യൻ്റെ കളറും ഈ ഒരു പച്ച പിടിച്ച പാറക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു കാണാൻ. നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളും ബഹളമുള്ള സ്ഥലങ്ങളൊന്നും നമുക്കത്ര ഇഷ്ടമല്ല കേട്ടോ. പല ആൾക്കാർ പല രീതിക്കായിരിക്കുമല്ലോ. എനിക്കധികം ആളും ബഹളമൊന്നും ഇല്ലാതെ നല്ല ക്വയറ്റായിട്ട് നല്ല നാച്ചുറൽ ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. മാജിക്ക് സത്യത്തിൽ വാട്ടർ തീം പാർക്കിൽ പോകാനൊക്കെയാണ് ഇഷ്ടം. പക്ഷേ വാട്ടർ തീം പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ നല്ലോണം ആസ്വദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അന്ന് നമ്മൾ ഉച്ചക്കാണ് അവിടെ എത്തിയത്. പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോൾ മടങ്ങി പോരുകയും ചെയ്തു. അവൻ നല്ല എൻജോയ് ചെയ്തു, വെള്ളത്തിലൊക്കെ കളിച്ചു, പൂളിലൊക്കെ കുളിച്ചു, കടലിൽ ഒരുപാട് സമയം കളിച്ചു, മണ്ണൊക്കെ വാരി കളിച്ച് അവൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഈ വീക്കെൻഡിലെ വിശേഷം. ഇനി ഒരു വീക്കെൻഡിലെ വിശേഷമായിട്ട് വരാം കേട്ടോ.